സ്കോഡ സെഡാൻസിനോട് നമുക്ക് എന്നും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ലൈക്ക് അതിൻ്റെ പെർഫോമൻസിലാണെങ്കിലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും അതിൻ്റെ പവർ ഡെലിവറിയിലാണെങ്കിലും മൊത്തത്തിൽ ഒരു ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്കോഡ ഒരു എന്നും ഒരു സ്വപ്ന വാഹനമാണ്. സോ ലൈക്ക് യൂറോപ്യൻ സ്റ്റൈലിൻ്റെ അതിൻ്റെ ഒരു നൈസസ്റ്റ് എക്സാമ്പിളാണ് എന്നും എസ്പെഷ്യലി സ്കോഡ സെഡാൻസ് എന്ന് പറയുന്നത്. സോ ഈ വണ്ടിയിലോട്ട് വരുമ്പോഴും അത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി ഹെവിലി ലോക്കലൈസ്ഡ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിലും തന്നെ അതിൻ്റെ പെർഫോമൻസിലാണെങ്കിലും സേഫ്റ്റിയിലാണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും ഒട്ടും കുറവില്ലാതെ ലോഞ്ച് ചെയ്തൊരു വണ്ടിയാണ് ഈ വണ്ടി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോക്കലൈസ്ഡിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും this is one of the best sedan you can buy in this segment. So welcome to Motor Minds and let's have a relook on Skoda Slavia 1.5 TSI. നമുക്ക് വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഒരു കാര്യം പറയാനുള്ളത് GST പ്രൈസ് ബെനിഫിറ്റിനെ കുറിച്ചാണ്. നമുക്ക് അറിയാം ഇപ്പോൾ ആ ഒരു GSTയുടെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാ മാനുഫാക്ചറേഴ്സും നമുക്ക് തരുന്നുണ്ട്. സോ സ്കോഡയും മാറ്റമൊന്നുമില്ല. നമുക്ക് സ്കോഡയുടെ കൈലാക്ക് തൊട്ട് കോഡിയാക്ക് വരെ എല്ലാ മോഡൽസിലും നമുക്കൊരു 1,00,000 കൂടുതൽ ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് കൈലാക്കിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് 10,00,000 താഴെ 9.99 ലാഖിൽ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ സ്ലാവി ആണെങ്കിലും ബേസ് വേരിയൻറ്റ് വരുമ്പോൾ 9.99 ലാഖിൽ സ്ലാവി കിട്ടുന്നുണ്ട്. പിന്നെ കുഷാക്ക് 10.45 ലാഖിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ കോഡിയാക്കും അതിൻ്റേതായ 42 ലാക്സിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മളൊരു ടേബിളിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് EVM സ്കോഡയെ കോൺടാക്ട് ചെയ്യാം. ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്കോഡയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലായിട്ട് ലോഞ്ച് ചെയ്തതാണ് ഈ സ്കോഡ സ്ലാവിയ. സോ നമുക്കിതിൻ്റെ ഡിസൈൻസും ഇൻറ്റീരിയറൊക്കെ ഒന്ന് ബ്രീഫായിട്ട് കണ്ടു നോക്കാം. ഏത് ആംഗിളിൽ നോക്കിയാലും ഒരു ഷാർപ്പ് ലുക്കാണ്, ഒരു യൂറോപ്യൻ സ്റ്റൈലിൻ്റെ ക്ലാസിക് ഒരു എക്സാമ്പിളാണ് ഈ സ്കോഡ സ്ലാവിയ. അതിൻ്റെ സ്ട്രോങ് ബോഡി ലൈൻസും അതേപോലെ ആ ഒരു മസ്കുലാരിറ്റി ഒരു ഫീലാണ് മൊത്തത്തിൽ സ്കോഡ ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ ഇന്ത്യക്കാർക്ക് SUV-കളോടുള്ളൊരു പ്രത്യേക ഇഷ്ടം മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു SUV എടുത്ത് ഒരു വലിച്ചു നീട്ടി ഒരു സെഡാൻ രൂപത്തിലാക്കിയ പോലെ തോന്നും. അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 179 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ആ ഒരു സ്ലോപ്പിംഗ് റൂഫ് ലൈനും ഒരു ബോഡി ലൈൻസും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രീമിയം ഫീലും ലുക്കും ആണ് ഈ സ്കോഡയ്ക്ക് കൊടുക്കുന്നത്. നമ്മൾ സ്കോഡയുടെയും ഫോക്സ് വാഗൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എന്നും എപ്പോഴും മിസ് ചെയ്യാത്തൊരു കാര്യമാണ് ആ ഒരു ഡോറിൻ്റെ തഡ്, അല്ലെങ്കിൽ ആ ഒരു ബിൽഡ് ക്വാളിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹെവിനെസ്, ഡോറിൻ്റെ ഹെവി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴാണെങ്കിലും ആ ഒരു ടിപ്പിക്കൽ ക്ലാസി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്യുവൽ ടോണും പല ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഇവിടെ ഒരു ബ്രൗൺസ് കളറിലൊക്കെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു 10-inch ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇരിക്കുമ്പോൾ തന്നെ. അതിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ ഒരു ഫീലാണെങ്കിലും പിന്നെ അതേപോലെ നമ്മൾ ടച്ച് ചെയ്യുന്ന സ്ഥലമെല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് കൂടുതലും. നമ്മുടെ ഈ ആംറെസ്റ്റൊക്കെ ആണെങ്കിലും അതും സ്ലൈഡിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ സ്കോഡയിലും വരുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്കോഡയിൽ വരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോയിലും. അത് കാണാനും പിടിക്കാനും ഒക്കെ വളരെ മനോഹരമാണ്, 2 സ്പോക്ക് ആണെങ്കിൽ പോലും. ആൻഡ് സോ ആ ഒരു കളർ കോമ്പിനേഷനും ബീജും ബ്ലാക്കും മൊത്തത്തിൽ ഒരു പ്രീമിയംനെസ്സും അതേപോലെ ഒരു സ്പേഷ്യസ്നെസ്സും ഒക്കെ നമുക്കിവിടെ ഇരിക്കും. സെഗ്മെന്റിൽ മോസ്റ്റ് സ്പേഷ്യസ് ക്യാബിൻ എന്നാണ് സ്ലാവിയുടേതാണ് സ്കോഡ പറയുന്നത്. സോ അത് നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ സെഗ്മെന്റിലെ മറ്റ് വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വീൽ ബേസിലും വിഡ്ത്തിലും ബൂട്ട് സ്പേസിലും സ്പേഷ്യസ്നെസ്സിലും എല്ലാം മുൻപന്തിയിലാണ് സ്കോഡ സ്ലാവിയ. സോ നമുക്ക് ആ ഒരു ഫുഡ് സ്പേസിലാണെങ്കിലും നീ റൂമിലാണെങ്കിലും ഹെഡ് റൂമിലാണെങ്കിലും എല്ലാത്തിലും നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. 3 പേർക്ക് ഇരിക്കുന്നത് കുറച്ച് കഷ്ടമായിരിക്കും, പക്ഷേ നമുക്ക് 2 പേർക്കൊക്കെ ആണെങ്കിൽ വളരെ സുഖമായിട്ട് ഇരിക്കാം. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ട്, പിന്നെ ആം റെസ്റ്റ് ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതേപോലെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ആയിട്ട് ഐസോഫിക്സും ആംഗിൾസും പിന്നെ ക്രീച്ചർ കംഫർട്ട്സ് ആയിട്ട് AC വെൻസും USB Type-C പോർട്സും അങ്ങനെയുള്ള എല്ലാത്തരം ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്കാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്
ഡ്രൈവ് ആൻഡ് ഹാൻഡ്ലിംഗ് അല്ലേ. നമുക്ക് അതിൽ ഫസ്റ്റ് തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ്. നമുക്കിനി അഥവാ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ അത് കണ്ടെത്താനും വളരെ ഈസിയാണ്. നമുക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ സീറ്റ്സ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ നല്ല വിസിബിലിറ്റി ആണ്, നല്ല വൈഡ് ആയിട്ടുള്ളൊരു വിൻഷീൽഡ് ഏരിയ ആണ്. മിറർ ആണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും. സോ പെർഫോമൻസ് ആൻഡ് ഹാൻഡ്ലിംഗ് എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ മറ്റേ സ്കോഡ കൈലാക്കിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രിസൈസ് ഫീഡ്ബാക്ക് തരുന്നുണ്ട് സ്റ്റിയറിംഗ്. അതേപോലെ ആ ഒരു എഞ്ചിൻ്റെ ട്യൂണിങ്ങും പിന്നെ ആ ഒരു DSG ഗിയർ ബോക്സിൻ്റെ റേഷ്യോസും എല്ലാം കൂടി ചേരുമ്പോൾ എടുത്തു പറയേണ്ടതാണ് ബ്രേക്കിംഗ്. ഇതെല്ലാം കൂടി തരുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവബിലിറ്റി നല്ലതാണ്. അതേപോലെ ഒരു കോൺഫിഡൻറ്റ് ആണ്. നമുക്ക് എന്താ പറയുക, 3 ഫിഗർ സ്പീഡ്സിലൊക്കെ ആണ് പോകുന്നെങ്കിൽ പോലും നമുക്ക് വളരെ അനായാസമായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് സ്കോഡ സ്ലാവിയയ്ക്ക് ഉള്ളത്. 1 ലിറ്റർ TSIയും അതേപോലെ 1.5 ലിറ്റർ TSI mated to a DSG ഗിയർ ബോക്സ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഫൺ ടു ഡ്രൈവ് വേരിയൻറ്റ്. അതായത് 1.5 ലിറ്റർ TSI വിത്ത് mated to DSG ഗിയർ ബോക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 1.5 ലിറ്ററിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 150 ഹോഴ്സ് പവർ ആണ്. ഒന്ന് ഓർത്ത് നോക്കൂ, 150 ഹോഴ്സ് പവർ ആൻഡ് 250 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്. പണ്ട് കാലത്തൊക്കെ പെർഫോമൻസ് കാറുകൾക്ക് കിട്ടിയിരുന്ന ആ ഒരു പവർ ഔട്ട്പുട്ടാണ് ഈ ഒരു വിലയിൽ നമുക്ക് അതായത് 20 ലക്ഷത്തിൽ താഴെയുള്ള ഒരു സെഗ്മെന്റിൽ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് നമ്മൾ പുഷ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു 2500 RPM ഒക്കെ ആകുമ്പോൾ തന്നെ 100 km/h എന്നുള്ള ഒരു സ്പീഡൊക്കെ ടോപ്പ് ഗിയറിൽ അച്ചീവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. അതേപോലെ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഗിവ്സ് യു മോർ റീസൺസ് ടു സ്മൈൽ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു മാനുവൽ കൺട്രോൾ നമുക്കുണ്ടെന്നുള്ള ഒരു പ്രത്യേക ഫണ്ണാണ്. DSG ഗിയർ ബോക്സിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് ഈ ചെറിയ സ്പീഡിലൊക്കെ ഒരു ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഒരു 1500 RPM താഴെയൊക്കെ വരുമ്പോൾ. പക്ഷേ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കാല് കൊടുത്താൽ തന്നെ വണ്ടി സ്പീഡ് കയറും. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് നോക്കാം. പിന്നെ ഒരു വണ്ടി നമ്മളൊരു പുഷ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു എഞ്ചിൻ്റെ നോയ്സ് നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. സോ അതൊക്കെയുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടിയാണെങ്കിൽ പോലും വളരെ പ്ലാൻഡ് ആയിട്ട് ഈ നമുക്ക് റോഡിനോട് ചേർന്ന് ഒഴുകി പോകുന്ന ഒരു ഫീല് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും. സോ ഈ 2025 ഒരു സെഡാൻ എടുക്കണോ അതോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഇതാണ്. നിങ്ങളൊരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആളാണെങ്കിൽ, അതേപോലെ അതിൻ്റെ ഒപ്പം തന്നെ പെർഫോമൻസ്, കംഫോർട്ട്, എഫിഷ്യൻസി ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് വേണമെങ്കിൽ ദ ആൻസർ ഈസ് യെസ്. സോ സ്കോഡ സെഡാൻസ് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. സെഡാൻസ് ആർ സ്റ്റിൽ വർത്ത് ഇറ്റ് എന്നതിന്. താങ്ക് യു.